നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് നിർണായകമായ ഒരു കുതിച്ചുചാട്ടത്തിന് വഴി തെളിച്ചുകൊണ്ട് പുതിയൊരു മിസൈൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിക്കുന്ന BM-04 എന്ന ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലിനാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി ലഭിച്ചതോടെ ഈ മിസൈലിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇനി വേഗത്തിലാകും. എന്താണ് BM-04നെ ഇത്ര പ്രസക്തമാക്കുന്നത്? പ്രധാനമായും ഇതിന്റെ ദൂരപരിധി തന്നെ. 400 കിലോമീറ്റർ മുതൽ 1500 കിലോമീറ്റർ വരെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ ഈ മിസൈലിന് ശേഷിയുണ്ട്. നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കലുള്ള പിനാക്ക റോക്കറ്റുകൾക്കും അഗ്നി മിസൈലുകൾക്കും ഇടയിലുള്ള ഒരു വലിയ വിടവ് നികത്താൻ ഈ മിസൈലിന് സാധിക്കും. സാങ്കേതികമായി നോക്കിയാൽ 10.2 മീറ്റർ നീളവും 11,500 കിലോയോളം ഭാരവുമുള്ള ഒരു കരുത്തനാണിത്. 2 ഘട്ടങ്ങളുള്ള ഖര ഇന്ധനമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിലൂടെ മിസൈൽ വിക്ഷേപണത്തിനുള്ള തയ്യാറെടുപ്പ് സമയം വളരെ കുറയ്ക്കാൻ സാധിക്കും. കൂടാതെ ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ശത്രുക്കളുടെ റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ BM-04ന് സാധിക്കും. റോഡ് മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കാമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏത് ഭൂപ്രദേശത്തു നിന്നും അതിവേഗം ഇത് വിന്യസിക്കാൻ സാധിക്കും. 500 കിലോ വരെയുള്ള പരമ്പരാഗത സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ചൈനീസ് പാകിസ്ഥാൻ അതിർത്തികളിലെ ശത്രു താവളങ്ങളെ ലക്ഷ്യമിടാൻ ഈ മിസൈൽ ഇന്ത്യയെ സഹായിക്കും. ചുരുക്കത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കവചത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നാണ് BM-04. അതിവേഗവും കൃത്യതയും ഒത്തുചേരുന്ന ഈ മിസൈൽ വരുന്ന ഏതാനും വർഷത്തിനുള്ളിൽ തന്നെ സൈന്യത്തിന്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.